അസ്സലാമു വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മൾ വീഡിയോ നിങ്ങൾക്ക് തമിഴ്നാട്ടിലൊക്കെ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും. ജുനൈസ് ഖാൻ്റെ കസിൻ്റെ മാരേജ് കഴിഞ്ഞിട്ടോ. അപ്പോൾ ചെറിയൊരു വ്ളോഗാക്കി മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. ഓവർ വലിച്ചു നീട്ടിയിട്ടൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല. കാരണം എടുക്കാനും പറ്റിയിട്ടില്ല. കാരണം നമ്മളെ റിസപ്ഷൻ്റെ സമയത്തൊക്കെ നല്ല അത്യാവശ്യം നല്ല മഴയൊക്കെ ഇനി കേട്ടോ. അപ്പോൾ ഞാൻ ചെറിയൊരു വീഡിയോ എടുത്തതൊക്കെ കൂടി നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അപ്പോൾ മാക്സിമം എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണണേ. ഐഫമ്മൂക്ക് മൈലാഞ്ചി ഇടാൻ വേണ്ടിയിട്ട് നമ്മളെ അടുത്തുള്ള വീട്ടിലേക്ക് പോയതാട്ടോ. ഫിദ എന്ന് പറഞ്ഞ മോളാണ് നമുക്ക് മൈലാഞ്ചി ഇട്ട് തരുന്നത്. അപ്പോൾ ഐഫക്ക് അടങ്ങി വെച്ച് കൊടുക്കുന്നുണ്ട്, എന്താണെന്ന് അറിയില്ല. ഞാൻ ഡോളറാണ് വാങ്ങിയത് കേട്ടോ. മോക്ക് ഡോളർ ഇടാൻ പറ്റില്ല എന്നൊക്കെ കേട്ടിട്ടുണ്ട്. പക്ഷെ മോക്ക് ഇതാണ് നന്നാവുക എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇതിട്ട് കൊടുത്തത്. അപ്പം തന്നെ ഞാൻ മൈലാഞ്ചി ഇട്ട ഉടനെ തന്നെ ഞാൻ കേൾക്കണം കേട്ടോ. കാരണം അത് അവിടെ ഇവിടെ ആക്കല്ലോ എന്ന് വിചാരിച്ചിട്ട് രണ്ട് കയ്യിലും ഒക്കെ ഇടണം എന്ന് വിചാരിച്ച് പോയതാണ്. ഒരു കയ്യിലും ഒരു കൈൻ്റെ ബാക്കിലിട്ടപ്പോൾ തന്നെ ഐഫമോള് ഏകദേശം ഇതായിന് കേട്ടോ. അപ്പം ഞാൻ ഏകദേശം കുറച്ചൊക്കെ ഇട്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ വേഗം കൈയൊക്കെ കഴുകിയതാ. നല്ല ചോപ്പിലായിരുന്നു കേട്ടോ. നല്ല രസമുണ്ട് മോളെ കയ്യിലിട്ട് കാണാൻ, മാഷാ അല്ലാഹ്. അങ്ങനെ പിന്നെ കാക്കാൻ്റെ മോനിക്കും ഇങ്ങനെ ഐഫമോൾ ഇടുന്ന കണ്ടപ്പോൾ ആമിറിന് പേരൊക്കെ എഴുതി കൊടുത്തിട്ടോ. അങ്ങനെ ഞാനും ജസ്റ്റ് ഒന്ന് മൈലാഞ്ചി ഇടാട്ടോ. ഞാനും ഡോളർ തന്നെയാണ് ഇടുന്നത്. കാരണം ഐഫമോൾ ഉണ്ടായതിൻ്റെ ശേഷം ഞാൻ നല്ലപോലെ മൈലാഞ്ചി ഇട്ടിട്ട് നിന്നിട്ടേ ഇല്ല. ഇതിങ്ങനെ എന്തെങ്കിലും പരിപാടി ഉണ്ടാകുമ്പോൾ ഇങ്ങനെ ഡോളർ ഇടുക, അപ്പം തന്നെ കഴിക്കുക, അങ്ങനെ ആ ഒരു ഇതിലേനി ഞാൻ കേട്ടോ. പിന്നെ ശനിയാഴ്ച രാത്രിയായിട്ടോ. അപ്പോൾ ഇത് നമ്മളെ കുടുംബക്കാർക്ക് അത്യാവശ്യം ഫാമിലിക്ക് മാത്രമേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ പരിപാടി. മെയിൻ പരിപാടി ഞായറാഴ്ച രാത്രിയിലാണ്. അപ്പോൾ നമ്മൾ എല്ലാവരും മാറ്റി ഒരുങ്ങി ഫോട്ടോ എടുക്കാൻ കേട്ടോ. അപ്പോൾ ഞാനും എൻ്റെ താത്തമാരും കൂടി 4 ആളും ഡ്രസ് കോഡാണ് കേട്ടോ, വൈറ്റും മെറൂണും ആയിട്ട്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞു ഈ ഡ്രസ്സ്. അങ്ങനെ നമ്മൾ ഫോട്ടോ എടുക്കലൊക്കെ കഴിഞ്ഞ് നേരെ വീട്ടിലേക്ക്, കല്യാണ വീട്ടിലേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ അത്യാവശ്യം ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ വീട്ടിൽ. അപ്പോൾ നമ്മൾ ചെരുപ്പൊക്കെ കഴിച്ചിട്ട് വീട്ടിലേക്ക് കയറുകയാണ്. അങ്ങനെ കുറേ സംസാരിച്ചൊക്കെ കഴിഞ്ഞാലാണ് കേട്ടോ നമ്മൾ ഫുഡ് കഴിക്കാൻ പോയത്. അപ്പോൾ ഞാൻ ആ ഒരു വീഡിയോസൊന്നും ഞാൻ എടുത്തിട്ടില്ല. ഒരുപാട് ആൾക്കാരൊക്കെ ഉണ്ടാവില്ല. അപ്പോൾ ആൾക്കാർക്ക് ചില ആൾക്കൊന്നും ഇഷ്ടപ്പെടില്ലല്ലോ. അപ്പോൾ നമ്മൾ വെറുതെ എന്തിനാന്ന് വിചാരിച്ചിട്ട് പിന്നെ ഞാൻ അങ്ങനെ എടുക്കാനും പോയിട്ടില്ല. അങ്ങനെ കുറച്ച് മാത്രം വീഡിയോസ് കഴിയുന്നത് ഞാൻ എടുത്തിട്ടുള്ളൂ. അങ്ങനെ നമ്മൾ ചോറ് കഴിക്കാനൊക്കെ വേണ്ടി പോകാൻ കേട്ടോ. അപ്പോൾ ഐഫമോക്ക് ഒറ്റയ്ക്ക് പ്ലേറ്റിൽ ചോറ് വേണമെന്നൊക്കെ പറഞ്ഞപ്പോൾ അങ്ങനെ ഒക്കെ വെച്ച് കൊടുത്താണ് കേട്ടോ. അപ്പോൾ ഐഫമോൾ ഇങ്ങനെ പ്ലേറ്റിൽ ഒറ്റയ്ക്ക് കഴിക്കുമ്പോഴേ ചോറൊക്കെ തിന്നുള്ളൂ കേട്ടോ. അങ്ങനെ ഞാനും ഫുഡ് അങ്ങനെ കഴിക്കുകയാണ് കേട്ടോ. അപ്പോഴാണ് ജുനൈസ് ഖാൻ്റെ കസിന് വീഡിയോ എടുക്കുകയാണോ എന്ന് വെച്ചൊക്കെ ചോദിച്ചിട്ട് 1 മിനിറ്റ് കേട്ടോ എന്നൊക്കെ പറഞ്ഞ് മുടിയൊക്കെ വാരിയിട്ട് ഇങ്ങനെ ഒരു കോമഡി ആക്കാം കേട്ടോ. അപ്പോൾ ഞാനത് എന്നെ വീഡിയോ എടുത്തതേ ഉള്ളൂ. ഇത് സിനാജൊക്കെ കാണുമ്പോൾ എന്താണെന്ന് അറിയില്ല കേട്ടോ. അങ്ങനെ എനിക്ക് ചിക്കൻ്റെ പീസൊക്കെ ഇങ്ങനെ ഇട്ട് തരാണ് കേട്ടോ. അപ്പോൾ കോമഡി കഴിഞ്ഞു കേട്ടോ ആ ഒരു സമയത്ത്. അങ്ങനെ പിന്നെ അതാ ചോറൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഇനി നേരെ നമ്മൾ ഒന്ന് അത്യാവശ്യം പാട്ടൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ രാത്രി. അപ്പോൾ അതാ ചെക്കൻ്റെ ഫോട്ടോ ഫ്രണ്ട്സുകളിങ്ങനെ പഴയ ഫോട്ടോസൊക്കെ ഇങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇതാ നമ്മൾ ഏകദേശം ഒരു 11 മണി, ഒരു 12 മണി ആ ഒരു സമയത്ത് നല്ല ഡാൻസ് ചെയ്യുന്നു കേട്ടോ. അപ്പോൾ ഐഫമോൾ ഇതാ ഡാൻസ് കഴിച്ച് കൊയങ്ങിന് കേട്ടോ. പിന്നെ ഞായറാഴ്ച രാവിലത്തെ വീഡിയോസാണ് കേട്ടോ ഇനി. അപ്പോൾ ഐഫമോളെ ഞാൻ കുളിയൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് കളിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെച്ച് കൊടുത്താണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇന്ന് നമ്മൾ ഉച്ചക്ക് പെണ്ണിൻ്റെ വീട്ടിലേക്ക് പോവാണ് പുതുക്കം പോലെ. അങ്ങനെ ഒരു 2 മണി സമയത്താട്ടോ ഞങ്ങൾ എല്ലാവരും ബസ്സിൽ അങ്ങനെ ട്രാവലർ സെറ്റാക്കണം, അങ്ങനെ അതിലാണ് പോകുന്നത്. അപ്പോൾ അത് ഞാൻ ഐഫമോളെ ഡ്രസ്സും ഫാൻസിയും ഒക്കെ ഇങ്ങനെ എടുത്ത് വെക്കാണ് കേട്ടോ. ഇത് ഐഫമോളെ ബർത്ത്ഡേൻ്റെ അന്ന് കേക്ക് കട്ട് ചെയ്യുമ്പോൾ മാത്രം എടുത്തൊരു ഡ്രസ്സാണ്. അപ്പോൾ അത് അങ്ങനെ തന്നെ മടക്കി വെച്ചേനി. ഇപ്പോഴാണ് ആ ഡ്രസ്സ് ഞാൻ രണ്ടാമത് ഇട്ട് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ ജനഷ്ക പറഞ്ഞ് നോക്കുന്ന ഇത് ഇട്ട് കൊടുത്തോ പറഞ്ഞു. ഇപ്പോൾ രാത്രിത്തേക്ക് വേറെ ഡ്രസ്സ് ഉണ്ട് കേട്ടോ. അപ്പോൾ അത് ഐഫൻ്റെ ഒക്കെ ഞാനിങ്ങനെ എടുത്ത് വെച്ചാണ്. ഞാൻ അതേപോലെ സാരിയാണ് കേട്ടോ എടുക്കുന്നത്. അപ്പോൾ ഇത് ഞാൻ എൻ്റെ ഇക്കാക്കൻ്റെ കല്യാണത്തിന് എടുത്ത സാരി കേട്ടോ. അത് അതേപോലെ തന്നെ അന്നത്തെ ദിവസം ഇട്ടിട്ട് പിന്നെ ഇട്ടിട്ടില്ല. അപ്പോൾ പിന്നെ ഇന്ന് അത് ഉടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഒക്കെ സെറ്റാക്കി എടുത്തേക്കണം. അതുപോലെ തന്നെ ജുനൈസ് ഖാൻ്റെ ഷർട്ടും പാൻറ്റും ഒക്കെ എടുത്ത് വെച്ചു കേട്ടോ. അങ്ങനെ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് മാറ്റാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഒക്കെ ഇങ്ങനെ എടുത്ത് സെറ്റാക്കി വെക്കുകയാണ് കേട്ടോ.
അങ്ങോട്ട് പോകുന്ന വീഡിയോസൊന്നും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ മാത്രമേ ഉള്ളൂ, രാവിലത്തെ ഒരു വീഡിയോ ഒക്കെ ഞാൻ എടുത്തത്. അപ്പോൾ അതാ ഞാൻ ഫോട്ടോസ് കാണിച്ചു തരാം. അപ്പോൾ അതാ നമ്മൾ ഫോട്ടോസ് മാത്രമാണ് കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തന്നത് മാത്രമേ ഉള്ളൂ. ഇനി അങ്ങോട്ടുള്ളതൊക്കെ നമ്മളെ റിസപ്ഷൻ്റെ വീഡിയോസാട്ടോ. കുറച്ച് ചെറിയ ചെറിയ വീഡിയോസാണ്. അപ്പോൾ കുട്ടികളുടെ ഫോട്ടോ മൈഫുമോളുടെ ഫോട്ടോസൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നല്ല രസമുണ്ടായിരുന്നു മാഷാ അല്ലാ. അപ്പം നമ്മുടെ ഈ കല്യാണ വ്ളോഗ് ഇവിടെ തീരാണ് കേട്ടോ. അപ്പം മാക്സിമം എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നല്ലൊരു വീഡിയോസിനായി വെയിറ്റ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.